ഇതിലെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് 1.5 മീറ്റർ ആണ്. അപ്പൊ എത്രയാണ്? 1500 mm ആക്കി മാറ്റി. ആ ഓക്കെ. ഔട്ട്സൈഡ് ഡയമീറ്റർ ക്യാപിറ്റൽ ഡി എത്രയാണ്? 45 mm. അതേപോലെ ഇൻസൈഡ് ഡയമീറ്റർ സ്മോൾ ഡി 25 mm. ഔട്ട്സൈഡ് ഇൻസൈഡും തരാണെങ്കിൽ നമ്മുടെ ഫോമുല എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ. അതിന് വേണ്ടിയാണ് അത് തന്നേക്കുന്നത്. ഈ ഓക്കെ രണ്ട് സാധനം തന്നേക്കുന്നത് അതിന് വേണ്ടിയാണ്. ഓക്കെ. ഓക്കെ ഈസ് ക്യാരിങ് എ ലോഡ് ഓഫ്, അപ്പോൾ പി തന്നിട്ടുണ്ട്. പി എത്രയാണ്? 20 × 10³ ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ. ആൾസോ ഇ ഈസ് ഈക്വൽ ടു 100 ജിഗാ പാസ്കൽ. അപ്പൊ ജിഗാ പാസ്കൽ നമുക്ക് എങ്ങനെ ആക്കും? 100 × 10³ 10 ക്യൂബ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ. അതുകൊണ്ടാണ് ആ കൺവേർഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ആ ആ ഓക്കെ. ഇനി എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ ദ സിലിണ്ടർ. സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ സിഗ്മ ഇസിക്കൽ P/A ആണ്. ആ അപ്പൊ ആ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 × 10³ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ എത്രയാണ്? 45 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ട്രെസ് കിട്ടി. ഇനി അടുത്തവർക്ക് വേണ്ടതാണ് ഡീഫോർമേഷൻ. ഡെൽറ്റ എൽ ഈസിക്വൽ ടു എന്താണ്? PL/AE ആണ് ഫോർമുല. ഉം. അപ്പൊ പി നമുക്കറിയാം. പി എത്രയാണ്? 20 × 10³ ഇൻറ്റു ലെങ്ത് എത്രയാണ്? 1500 ഡിവൈഡഡ് ബൈ ഏരിയ π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ, അതായത് 45 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഉം. ഇൻറ്റു യങ്സ് മോഡുലസ് എത്രയാണ്? 100 × 10³ 100 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ. ഓക്കെ